മക്കളെ അങ്ങനെ ടർബോ സിനിമ കണ്ട് വന്നിട്ടുള്ളൂ. ടർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസല് ടർബോ, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ എഞ്ചിനിൽ ടർബോ ഫിറ്റ് പോലെ കേരള സൗണ്ട് കറക്റ്റ് നമുക്ക് ഫിലിം കാണുമ്പോൾ മനസ്സിലാവും. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സിനിമ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എടുത്ത് പറയേണ്ടത് ഫൈറ്റ് തന്നെയാണ്. ഈ ഒരു പ്രായത്തില് ഇങ്ങനെ മെയ്വഴക്കത്തോടെ ഫൈറ്റ് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണ്. ആ സാധനം സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഫാൻസാർക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഫാൻസാർക്ക് കേട്ടോ മൊത്തത്തിൽ ഇഷ്ടം. മൊത്തത്തിൽ മാസ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് പൂർണ്ണ തൃപ്തി നൽകും. എന്തായാലും ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ആവറേജ് മാത്രമേ. നമുക്കൊരു പോത്തമാവ സിനിമയിൽ ടച്ച് ചെയ്യില്ലേ, ഏകദേശം ഒരു മോഡലാണ്. സെക്കൻഡ് ഹാഫിലാണ് പടം ശരിക്കും ടർബോ ചാർജ് കറക്റ്റ് ആയത്. പടം തൂക്കി. കാരണം ക്രിസ്റ്റോ സേവിയറിന്റെ ബിജിഎമ്മും അതുപോലെ തന്നെ മെഗാസ്റ്റാറിന്റെ ആക്ഷനും കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഫീനിക്സ് പ്രഭു ഗംഭീരമായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. കാരണം പിന്നെ ബിജിഎമ്മും ഒരു രക്ഷയില്ല, നല്ല പവറായിട്ട് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് തിരക്കഥ. ഈ ഒരു സിനിമയിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട് കഥയിൽ. കാരണം നമ്മള് ഈ ഒരു കഥ വേറൊരു സിനിമയിൽ കണ്ടിട്ടില്ല. അത് തന്നെയാണ് ഈ സിനിമയുടെ പ്ലസ് പോയിന്റ്. മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥ ഗംഭീരമായിട്ടുണ്ട്. ക്ലൈമാക്സ് കഴിഞ്ഞതോട് കൂടിയിട്ട് ഒരു സൗണ്ട് വരുന്നുണ്ട്. അതെ, അത് നമ്മളെ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടാം പാർട്ട് വരാൻ വേണ്ടിട്ടാണ്. അത് മറ്റാരില്ല, വില്ലനായിട്ട് വരുന്നത് വിജയ് സേതുപതിയുടെ സൗണ്ടാണ് കേട്ടത്, കാണിക്കുന്നില്ല. നീ ഇപ്പൊ കൊളുത്തിയത് ചെറിയൊരു ആളായിട്ടാണ്. ഇനി യഥാർത്ഥത്തിലുള്ള വില്ലൻ വരുന്നുള്ളൂ. നമുക്ക് അതില് കറക്റ്റ് പറഞ്ഞില്ല. ലാസ്റ്റ് ഒന്നും കേൾക്കാൻ പറ്റിയില്ല. കാരണം അമ്മാതിരി ആയിരുന്നു. പൂരപ്പറമ്പ് എങ്ങനെയാണ് അതുപോലെയുള്ള തിയേറ്റർ ആഘോഷിക്കാൻ. കളക്ഷൻ തൂത്തടിക്കും. ഈ ഒരു സിനിമ കളക്ഷൻ വരുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും. കാരണം ഗംഭീരമായിട്ട് ഈ ഒരു സിനിമക്ക് പോസിറ്റീവ് റിവ്യൂ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് ഏവറേജ് ആണെന്ന് പറഞ്ഞു, പക്ഷേ ഫസ്റ്റ് ഹാഫ് ഏവറേജിന്റെ ഒരു പവറും കൂടി നമുക്ക് സെക്കൻഡ് ഹാഫിൽ തരുന്നുണ്ട്. അത് ഏവറേജിന് മറികടന്നിട്ട് ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു വേറൊരു മൂഡിലേക്ക് സിനിമ മാറിയിട്ടുണ്ട്. പിന്നെ ബിന്ദു പണിക്കർ അഭിനയിച്ചവരൊക്കെ, ദിലീഷ് പോത്തനാണെങ്കിലും ബിന്ദു പണിക്കരാണെങ്കിലും നായികയുടെ പേരെന്താ, അഞ്ജന ഒറിജിനൽ പേര്, സിനിമയിൽ സിത്താരാണോ എന്താ ഒരു പേരാണ്. അവരൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ കാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വലിയ കഥ എന്ന് പറയാൻ നമ്മൾ ഒരു ട്രെയിലർ കണ്ട് നമ്മൾ പ്രൊഡിക്ട് ചെയ്ത് പോയ സംഭവം തന്നെയാണ്. കാരണം അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ കുറച്ച് പ്രശ്നത്തിൽ പെടുക, അത് സോൾവ് ചെയ്യാൻ പോകുമ്പോൾ വലിയ പ്രശ്നത്തിൽ ചെന്ന്. അതെ, അതിൽ ഇവനെ രക്ഷിക്കുന്ന നമ്മുടെ നായകൻ നടൻ ടർബോ ജോസ് അല്ലെ, അഴിഞ്ഞാടിയിട്ടുണ്ട്. മമ്മൂട്ടി സിനിമയിൽ അഴിഞ്ഞാടി എന്ന് വേണം പറയാൻ. കാരണം ഗംഭീരമായിട്ട് കുറെ കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ല. അതെ, ആ ഒരു 3-4 ഷർട്ടും ഒരു വെള്ളമുണ്ടും. അയ്യോ, 72 വയസ്സായ ഒരാളില്ലേ, സമ്മതിക്കട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ല. കാണിക്കുന്ന ഇൻട്രോ എന്ന് പറഞ്ഞാൽ വളരെ ഒരു നോർമൽ ആയിട്ടുള്ള ഇൻട്രോ ആണ്. ഒരു നോർമൽ ആയിട്ട് ഇൻട്രോ, വലിയ കാര്യം ഇൻട്രോ ഉണ്ട്. സെക്കൻഡ് ഇൻട്രോ ഉണ്ട്. മമ്മൂട്ടിക്ക് വണ്ടിപ്രാന്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒരു ഫാൻ ബോയ് സിനിമ. മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന, മമ്മൂട്ടി ആരാധിക്കുന്ന വൈശാഖ് അദ്ദേഹത്തിന് വേണ്ടി എടുത്ത സിനിമ അല്ല, ഫാൻസിന് വേണ്ടി എടുത്ത സിനിമ. അതാണ് ടർബോ എന്ന് പറയുന്നത്. കാരണം നമ്മൾ വലിയ കഥയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല സിനിമക്ക് പോയത്. പോയി കാണണം, അടി. അതെ, അത്രയുള്ളൂ തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്റർ വാച്ചാണ്. സിനിമ OTT ഇറങ്ങിയിട്ട് ഈ സിനിമ നന്നല്ല, ഇത് ഇത്രയും വലിയ പോസിറ്റീവ് പറയാനുള്ളതൊന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. കാരണം തിയേറ്ററിൽ പോയി കണ്ടാൽ തിയേറ്ററിൽ കണ്ട പണം തന്നെയാണ്. അതെ, ഫസ്റ്റ് വാച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു എന്താ പറയാ, സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ഒരു ഫീൽ ഇപ്പോഴും പോയിട്ടില്ല എന്നല്ലേ. നിങ്ങൾ എന്തായാലും ഈ സിനിമ ടർബോ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ധൈര്യത്തിൽ ടിക്കറ്റ് എടുക്കാം. ഫൈറ്റ് എങ്ങനെ പറയാ, ഒരു പിടുത്തൂല. 72 ലാസ്റ്റ് മറ്റവരില്ല എന്താ ചൈനക്കാര്. അയ്യോ 10 മിനിറ്റില് ചേസിങ്ങും അതുപോലെ തന്നെ ആക്ഷനും കൂടിയിട്ട് ക്ലൈമാക്സ് വാരിയുണ്ട്, ഒന്നും പറയാനില്ല. അയ്യോ, എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് ഇതുപോലെ വണ്ടിയിൽ വേറൊരു ചേസിങ് ഞങ്ങൾ കിട്ടിയില്ല. കാരണം കുറച്ചധികം സീനുകളാണ് ഇതിൽ കാണിച്ചു വെച്ചിട്ടുള്ളത്. തിയേറ്റർ എണീറ്റ് കഴിയിരിക്കാൻ നമ്മുടെ മുന്നിൽ നിന്ന് ആൾക്കാരൊക്കെ സത്യം സിനിമ കാണാൻ പറ്റില്ല. കാരണം എല്ലാവരും എണീറ്റ് ഒരേ കൈയ്യടിയാണ്. സിനിമ കാണാൻ ശരിക്കും പറ്റില്ല. ഇനി തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണണം. അപ്പോൾ സിനിമ അത്രയ്ക്ക് നല്ല മസ്റ്റ് വാച്ച് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. തിയേറ്ററിൽ പോയിട്ട് കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ. ഇനി വേറൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഇതിൽ കഥ അങ്ങനെയാണ്, ഇതില് ഒരുപാട് ലോജിക്കും കാര്യങ്ങളൊന്നും സിങ്ക് ആവില്ല എന്ന് പറഞ്ഞിട്ട് വരണ്ട. ഇത് അതുപോലത്തെ സിനിമയല്ല, ആക്ഷൻ. ടർബോ എന്ന് പറയുന്ന ആക്ഷൻ അല്ലെ. രണ്ടാം ഭാഗം ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ കൊണ്ട് നിർത്തിയേക്കുന്നത്. പടം വിജയിക്കുകയാണെങ്കിൽ, കാരണം പടം വിജയിക്കില്ലെന്ന് ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് വിജയിക്കുകയാണെങ്കിൽ സിനിമ രണ്ടാം ഭാഗം എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും രണ്ടാം ഭാഗത്തിനുള്ള കഥയും കാര്യങ്ങളൊക്കെ എഴുതിക്കോട്ടെ. അതെ, സെറ്റാണ് പടം. അപ്പൊ എന്തായാലും കാണാത്തവര് പോയി കാണുക, കണ്ടവരുണ്ടെങ്കിൽ അവരെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതായിരിക്കും. ബൈ ബൈ.